നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച അധ്യാപകന്റെ കൈവെട്ട് കേസിൽ 13 വർഷത്തിന് ശേഷം ഒന്നാം പ്രതി പിടിയിലായിരിക്കുന്നു. എറണാകുളം അശമനൂർ സ്വദേശിയായ സവാദ് കണ്ണൂർ മട്ടന്നൂരിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് NIA പിടിയിലായത്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈ വെട്ടിമാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന സവാദായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് മരപ്പണി ചെയ്തു വരികയായിരുന്നു. എങ്ങനെയാണ് ആരും അറിയാതെ സവാദ് 13 വർഷം ഒളിവിൽ കഴിഞ്ഞത്? ആരാണ് ഒളിവിൽ കഴിയാൻ ഇയാൾക്ക് സഹായങ്ങൾ നൽകിയത്? ഇതാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ഡാനി പോളും നവമി ദിനേശും ചേർന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്കാണ്. ഡാനി, അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ 19 പേർക്ക് കോടതി ശിക്ഷ വിധിച്ചിട്ടും ഒന്നാം പ്രതിയായ സവാദിനെ പിടികൂടാൻ കഴിയാതിരുന്നത് NIA സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. ഇയാളെ കേന്ദ്രീകരിച്ച്, അതായത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നേപ്പാളിലും അടക്കം ഒടുവിൽ സിറിയയിലേക്ക് വരെയും ഉണ്ട് എന്ന രീതിയിലുള്ള പല അഭ്യൂഹങ്ങൾ പരന്നു. ആ രീതിയിലും അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും NIAക്ക് സവാദിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയാണ് ഈ കണ്ണൂർ മട്ടന്നൂരിൽ ഇയാൾ ഒളിവിൽ താമസിക്കുന്നുണ്ടെന്ന വിവരം NIAക്ക് ലഭിക്കുന്നത്? ടോം, കഴിഞ്ഞ 13 വർഷം NIAയും അതോടൊപ്പം തന്നെ ഈ കേസ് തുടക്കത്തിൽ അന്വേഷിച്ചിരുന്ന പോലീസ്, ക്രൈംബ്രാഞ്ച് ഇതെല്ലാം തന്നെയും വളരെ വട്ടം ചുറ്റിച്ചതായിരുന്നു. കാരണം ഇയാൾ ഒന്നാം പ്രതിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് അത് എങ്ങും എത്തുന്നില്ല. അതുമാത്രവുമല്ല, ഈ കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം, കൈവെട്ടി മാറ്റാൻ ഉപയോഗിച്ചിരുന്ന മഴു, അത് കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ഒന്നാം പ്രതിക്കൊപ്പം തന്നെ ഇയാൾ തന്നെ ഇത് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അയാൾക്കൊപ്പം തന്നെയായിരുന്നു അത്. മാത്രവുമല്ല, തുടക്കത്തിൽ ഇയാൾക്ക് ഈ കൈവെട്ടി മാറ്റുന്ന സമയത്ത്, അങ്ങനെ ഒരു ആക്രമണം നടത്തുന്ന സമയത്ത് ഇയാൾക്കും കൂട്ടത്തിൽ നിന്ന് ഇയാൾക്ക് ചെറിയ രീതിയിലൊരു പരിക്കേറ്റിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ചികിത്സ അടക്കം തുടക്കത്തിൽ തന്നെ തേടിയിരുന്നു. അപ്പോൾ ഇത്രയും ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം തുടക്കത്തിൽ തന്നെ നടത്തുന്നു. പല രീതിയിലുള്ളൊരു അന്വേഷണങ്ങളടക്കം നടത്തിയിട്ടും ഇയാളിലേക്ക് എത്തിപ്പെടാൻ ഒരു ഘട്ടത്തിലും കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. ഒപ്പം തന്നെയാണ് ഇയാൾ മറ്റ് പല സ്ഥലങ്ങളിലേക്കും തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റിടങ്ങളിലേക്കും ഒളിയിടങ്ങളിലേക്ക് ഇയാൾ മാറിയിട്ടുണ്ട്. ആദ്യം ബംഗളൂരുവിലേക്ക് ചെന്നുവെന്നും അവിടെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇയാൾ പെട്ടുവെന്നും ഒരു വേള പിടിക്കപ്പെട്ടുവെന്നും അടക്കം തുടക്കത്തിൽ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സത്യമായിരുന്നില്ല. ഇയാൾ അവിടെ നിന്ന് മാറുന്നു. പക്ഷേ ബംഗളൂരുവിൽ ആദ്യം ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ അറിയുന്നത്. പിന്നീട് നേപ്പാളിലേക്കും അവിടുന്ന് മറ്റിടങ്ങളിലേക്കും എല്ലാം പോയി എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്നത് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ ഇത് ഘട്ടത്തിൽ നടത്തിയിരുന്നു. ഇയാൾ മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്കടക്കം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും ഈ റെഡ് കോർണർ നോട്ടീസ് അടക്കം ഉണ്ടായിരുന്ന ഒരാളെ ഈ രീതിയിൽ പുറത്തേക്ക് പോകാൻ കഴിയുന്നത് എങ്ങനെയെന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ബാക്കിയാവുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചെല്ലാം വ്യക്തമായ രീതിയിലൊരു വിശദീകരണങ്ങൾ ഇയാളുടെ അറസ്റ്റോടുകൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒടുവിൽ ഇയാൾ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് അറസ്റ്റിലാകുന്നു എന്നതാണ്. കണ്ണൂരിൽ ബൈരലിൽ നിന്ന് അറസ്റ്റിലാകുമ്പോൾ ഇയാൾ കഴിഞ്ഞ ഏതാണ്ട് 3 വർഷത്തോളമായി ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. കണ്ണൂരിൽ മാത്രമല്ല, കണ്ണൂരിൽ തന്നെ മറ്റൊരിടത്ത് ഇയാൾ താമസിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ ബേരയിലേക്ക് ഇപ്പോൾ പിടികൂടിയ സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ ആശാരി പണിയെടുത്ത് ഇയാൾ ജീവിക്കുകയായിരുന്നു. ഇയാൾ വിവാഹിതനാണ്, 2 കുട്ടികളുണ്ട് എന്ന് പറയുന്നു. ഇവർക്കൊപ്പം തന്നെയാണ് കഴിഞ്ഞിരുന്നത്. തൊട്ടടുത്ത താമസിച്ചിരുന്നവർ, അയൽവാസികളെല്ലാം തന്നെ പറയുന്നത് വലിയ അടുപ്പം ആരോടും കാണിക്കാത്ത രീതിയിൽ ഇയാൾ പോയിരുന്നു. പക്ഷേ പ്രാദേശികമായ സഹായങ്ങൾ ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഇന്ന് NIA സംഘം ഇന്ന് പുലർച്ചെ അന്വേഷിച്ചെത്തുന്നതുവരെ ഇവിടെ അടുത്ത് താമസിച്ചിരുന്നയാൾ ഇങ്ങനെ അന്വേഷണ ഏജൻസികൾ തേടിയിരുന്ന വലിയ കൊടും കുറ്റവാളിയായിരുന്നുവെന്ന വിവരം ആർക്കും തന്നെ അറിയില്ലായിരുന്നു എന്നതാണ്. ഇയാളെ ഇവിടെ നിന്ന് പിടികൂടി കൊണ്ടുപോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആരാണ് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. കാരണം ലോക്കൽ പോലീസിന് പോലും തുടക്കത്തിൽ ഇത് സംബന്ധിച്ച ഒരറിയിപ്പും നൽകാതെ തന്നെയായിരുന്നു NIAയുടെ അതിനാടകീയമായ, അതീവ രഹസ്യമായി ഈ നീക്കം നടത്തിയത്. അതുകൊണ്ട് തന്നെയും ഇയാളെ പിടികൂടി പിന്നീട് വളരെ സമയം കഴിഞ്ഞാണ് ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ടയാളാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് അവിടെയുള്ളവർ പോലും അറിയുന്നത്. അങ്ങനെ ഇന്ന് കണ്ണൂരിൽ കഴിഞ്ഞ 13 വർഷം ഇയാൾ എവിടെയായിരുന്നു? കഴിഞ്ഞ ഏതാണ്ട് 2-3 വർഷമായിട്ടാണ് ഈ മട്ടന്നൂരിൽ താമസിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുൻപ് കുറച്ച് നാൾ കണ്ണൂർ നഗരപരിധിയിൽ ഇയാൾ ഒളിവിലുണ്ടായിരുന്നു. അതിന് മുൻപുള്ള കാലയളവിൽ സവാദ് വിദേശത്തുണ്ടായിരുന്നു. കാരണം നേരത്തെ ഒരു സ്വർണ്ണക്കടത്ത് സംഘാംഗത്തെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അന്ന് NIAക്ക് ഇത് സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചതാണ്. ഈ സവാദ് വിദേശത്തുണ്ട്, നേപ്പാളിലുണ്ട്, സിറിയയിലേക്ക് കടന്നു വന്ന രീതിയിലൊക്കെ. പിന്നെ ചിലർ സവാദിനെ കണ്ടതായി മൊഴിയൊക്കെ നൽകിയിരുന്നു. എന്നാൽ ഈ കാലയളവിൽ സവാദ് വിദേശത്ത് തന്നെ ആയിരുന്നോ?
അതോ കേരളത്തിലെ ഏതെങ്കിലും ഒളി സങ്കേതത്തിലായിരുന്നോ? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ NIA യിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ടോം, ഇതുവരെയുള്ള ഇയാളുടെ ഈ കടന്നുപോക്ക് എന്ന് പറയുന്നത് വളരെ നിഗൂഢമായിട്ട് തന്നെ തുടരുന്നു എന്നത് തന്നെയാണ്. ഇതിൽ NIA സംശയിക്കുന്ന ഒരു ഘടകമുണ്ട്. അതായത് ഇതിൽ പ്രചരിപ്പിക്കപ്പെട്ട ഏതെങ്കിലും കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലോട്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ NIA സംശയിക്കുന്നുണ്ട്. അവർ ആ രീതിയിൽ തന്നെയും പിന്നീടും അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുണ്ട്, പിന്നീട് മറ്റിടങ്ങളിലേക്ക് കടന്നു, പാകിസ്ഥാനിലേക്ക് കടന്നു എന്നതടക്കമുള്ള പല കാര്യങ്ങളും തന്നെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോൾ പോലും അത് പൂർണ്ണമായും അവിശ്വസിക്കാതെ തന്നെ NIA വലിയ രീതിയിലുള്ള അവരുടെ സർക്കിളിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി അടക്കം ഇക്കാര്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ലഭ്യമായ സാധ്യതകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരാൾ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ആ പരിശോധനകളെല്ലാം തന്നെ നടത്തിയിരുന്നു. എങ്കിൽ കൂടിയും അതിൻ്റെ ഒരു വസ്തുതകൾ, കൃത്യമായ വിവരങ്ങൾ അവർ NIA പുറത്തു വിട്ടിട്ടുമില്ല. പക്ഷേ അതിനിടയിലും ഇവിടെ തന്നെ ഉണ്ട് എന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കണ്ണൂരിൽ വെച്ച് പിടികൂടാൻ കഴിഞ്ഞത്. അതായത് NIA-യുടെ കൃത്യമായ നീക്കങ്ങൾ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇയാൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. 2 വിചാരണകൾ നടന്നിരുന്നു. ആദ്യഘട്ടവും പിന്നീട് നടന്നു. ഇതിൽ 2 ഘട്ടങ്ങളിലായിട്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ വിചാരണ വേളകളിലെല്ലാം തന്നെ NIA പ്രതിക്കൂട്ടിൽ അപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. കാരണം ഒന്നാം പ്രതി എവിടെയെന്നൊരു കോടതിയുടെ ചോദ്യമുണ്ട് ഈ വിചാരണ ഘട്ടത്തിൽ എല്ലായിടത്തും തന്നെ. കാരണം പല കണ്ണികളും വേണ്ട വിധം കോർത്തിണക്കാൻ കഴിയാതെ പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്നാം പ്രതിയില്ല, ആയുധമില്ല, കൈ വെട്ടിമാറ്റിയ ആയുധമില്ല, ഇതൊന്നുമില്ലാതെ തന്നെയാണ് NIA-യുടെ ഈ നടപടികൾ മുന്നോട്ട് പോയത്. NIA-യുടെ ഒരു രീതി അനുസരിച്ച് പ്രതികൾ ലഭ്യമാകുന്ന മുറയ്ക്ക് വിചാരണ ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ്. എങ്കിൽ കൂടിയും ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇതിൻ്റെ മുഴുവൻ സൂത്രധാരനും മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ മാറ്റി നിർത്താൻ ഇതുമായി ബന്ധപ്പെട്ടവർ തന്നെ കൂടുതലായിട്ടും തന്നെ മുൻകൈ എടുക്കുകയും ആലോചിക്കുകയും 13 വർഷത്തോളം ഇയാൾക്ക് ഒളിവിൽ കഴിയാനുള്ള സാഹചര്യങ്ങൾ അടക്കമുണ്ടാക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇയാൾ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി 3ാം ഘട്ട വിചാരണയടക്കം നടക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ഉയർന്നു വരുന്നൊരു ചോദ്യം, ഇയാൾ എവിടെയായിരുന്നു, ഇയാൾക്ക് എന്തെല്ലാം സാഹചര്യങ്ങൾ മറ്റുള്ളവർ ഒരുക്കി കൊടുത്തു, ആരൊക്കെയാണ് ഇയാളുമായി ബന്ധപ്പെട്ടത് എന്നത്. അതായത് ആദ്യ 2 ഘട്ട വിചാരണയെക്കാളും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും 3ാം ഘട്ട വിചാരണ കൈവിട്ട് കേസിൽ. ടോം, ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ കഴിഞ്ഞ 13 വർഷം ഒളിവിൽ കഴിഞ്ഞത് എവിടെയൊക്കെയാണ്? പ്രാദേശികമായിട്ടുള്ള സഹായം ലഭിച്ചിരുന്നു. നേരത്തെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത് CPM-ന്റെ തണലിലാണ് സവാദിനെ പോലെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു വ്യക്തി ഒളിവിൽ കഴിഞ്ഞത്. കാരണം മട്ടന്നൂർ പോലെ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പ്രാദേശിക സഹായം ലഭിക്കാതെ സവാദിനെ പോലെ, അതായത് ഒരു വലിയ പ്രമാദമായ ഒരു കേസിലെ പ്രതിയായിട്ടുള്ള 1ാം പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒളിവിൽ കഴിയാൻ കഴിഞ്ഞത് തുടങ്ങിയ പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ പല ദുരൂഹമായിട്ടുള്ള പല കാര്യങ്ങളാണ്. എന്തായാലും NIA അക്കാര്യങ്ങളും പരിശോധിക്കുമായിരിക്കും. ഒളിവിൽ കഴിയാൻ ആരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുമായിരിക്കും. നവമി ദിനേശിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. നവമി, എന്തായാലും ഈ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നും പുലർച്ചെ പിടികൂടുന്നു, ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമോ? എന്തായിരിക്കും NIA-യുടെ തുടർ നീക്കങ്ങൾ? ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് NIA കോടതിക്ക് മുൻപിലാണ്. ഇവിടെ ആയിരിക്കും സവാദിനെ കൊണ്ടുവരിക എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരം. പക്ഷേ ഇനിയും ഇങ്ങോട്ടേക്ക് എത്താൻ ഏകദേശം ഒരു 80 കിലോമീറ്ററോളം വേണ്ടി വരും കൂടിയുണ്ട്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി മാത്രമായിരിക്കും ഇങ്ങോട്ടേക്ക് സവാദിനെ കൊണ്ടുവരിക എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അഡ്വക്കേറ്റ്, അഭിഭാഷകരടക്കം ഈ NIA കോടതിയിൽ NIA ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതിനുള്ളിൽ ഒരു ചർച്ച നടക്കുകയാണ്. ഇനിയും ഏറെ വൈകിയാൽ നേരെ കോടതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത. എന്തായാലും സവാദിനെ കണ്ണൂരിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക്
അറിയാൻ കഴിയുന്നത്. ടോം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഡാനി ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വർഷമായി, ഇത്രയും 13 വർഷം കഴിഞ്ഞിട്ടും ഈ പ്രതിയെ ഈ വളരെ കഴിഞ്ഞ ദിവസം പല അഭ്യൂഹങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അല്ല 2 ദിവസം മുമ്പ് തന്നെ സവാദിനെ NIA കണ്ടെത്തിയിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നു അടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ ഇനി കൂടുതൽ തെളിയേണ്ടതുണ്ട്, കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും സവാദിനെ കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 13 വർഷമായി അദ്ദേഹം ഒളിവിലായിരുന്നു. ഈ PJ ജോസഫിന്റെ കൈവെട്ട് കേസിലെ കൈവെട്ടിയ പ്രതി, 1ാം പ്രതിയാണ് സവാദ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 1ാം പ്രതിയെ ഒഴിവാക്കി, 1ാം പ്രതി ഒളിവിലായ ഒരു സാഹചര്യത്തിൽ പ്രതിയെ ഒഴിവാക്കിയായിരുന്നു പിന്നീടുള്ള വിചാരണയും മറ്റ് പ്രതികൾക്കുള്ള വധശിക്ഷയും ഒക്കെ ലഭിച്ചിരുന്നത്. എന്തായാലും വധശിക്ഷയ്ക്ക് കുറഞ്ഞതൊന്നും തന്നെ സവാദിന് ലഭിക്കില്ല എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും വൈകിട്ടോടു കൂടിയായിരിക്കും സവാദിനെ ഇവിടേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറെ വൈകിയാൽ നേരെ കോടതിയിൽ തന്നെ ഹാജരാക്കാൻ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെയും നീക്കം. കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെയാണ് സവാദിനെ കണ്ണൂരിലെ വീട്ടിൽ നിന്നും ഭാര്യയ്ക്കും മക്കൾക്കും അവിടെ കുടുംബത്തോടൊപ്പമാണ് സവാദ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് സവാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇനിയും ഏറെ വൈകും ഇങ്ങോട്ടേക്ക് എത്താനെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. കേട്ടോ, വ്യക്തമാണ്. നവമിയിലേക്ക് എത്താം. നവമി, ഇപ്പോൾ പ്രൊഫസർ TJ ജോസഫിന്റെ പ്രതികരണം നേരത്തെ പുറത്തു വന്നിരുന്നു. തന്റെ മനസ്സിൽ ഈ സവാദ് അല്ല മുഖ്യപ്രതി, ഈ സവാദ് ഒരു ഉപകരണം മാത്രമാണ്, അതിൽ പിന്നിൽ പലരും പ്രവർത്തിച്ചിരുന്നു, അവരെയും പിടികൂടണമെന്ന ആവശ്യമാണ് പ്രൊഫസർ TJ ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്റെ കൈവെട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരിക്കലും ഈ കേസിന്റെ മുന്നിലേക്ക് വരുന്നില്ല. അങ്ങോട്ടേക്കൊന്നും കേസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ മതശക്തികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമ സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത്. എങ്കിലും ഒരു പൗരന്ന നിലയിൽ ഇവിടെ കുറെയെങ്കിലും നീതി നടപ്പാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിന്റെ യഥാർത്ഥ പ്രതികൾ, ശരിയായിട്ടുള്ള കൾപ്രിറ്റുകൾ ഈ കേസിന്റെ മുഖ്യധാരയിൽ വരാതെ എന്നോ ഒളിവിലിരിക്കുകയാണ്. സവാദിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിചാരം. കാരണം അദ്ദേഹം ആക്രമിക്കുന്നത് എന്റെ മനസ്സിലിപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. അന്ന് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു ഉത്സാഹം ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രതി 13 വർഷക്കാലം ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചും അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി, ഈ കേസിന്റെ 2ാം ഘട്ട വിചാരണ കഴിഞ്ഞ് 6 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ച ആ കാലയളവില് നവമി പ്രൊഫസർ TJ ജോസഫിന്റെ പ്രതികരണം എടുക്കാൻ അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതാണ്. സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അന്ന് പ്രൊഫസർ TJ ജോസഫിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് തനിക്ക് ഈ കേസിലെ പ്രതികളോട് യാതൊരു പകയുമില്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് യഥാർത്ഥ പ്രതികൾ, അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. തന്നെ അന്ന്, അതായത് ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് തന്നെ അന്ന് അറസ്റ്റ് ചെയ്ത അതേ ആവേശം തന്റെ കൈവെട്ടിയ പ്രതികളെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന്റെ, അതായത് പോലീസിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന ഒരു പരിഭവം അന്നും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഇന്നും അതേ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ, വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള, വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു വന്നൊരു മനുഷ്യനാണ് പ്രൊഫസർ TJ ജോസഫ്. ഒരു പരിധിവരെയും താങ്കൾക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം ആ രീതിയിലുള്ള ഒരു പ്രതികരണവും അന്ന് നടത്തിയിരുന്നില്ല. ഇന്നും അതേ സമാനമായ രീതിയിലാണ്. അതായത് കേസിലെ അദ്ദേഹത്തിന്റെ കൈവെട്ടിയ പ്രധാനിയായിട്ടുള്ള സവാദിനെ പോലൊരു പ്രതിയെ പിടികൂടുമ്പോഴും സമാനമായ രീതിയിൽ ഒരു നിർവികാരമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഒരുപക്ഷെ വലിയ ഒരു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും എന്താണ് നവമി പുറത്തു വരുന്നത്? ഈ തനിക്ക് ഒരു നീതി കിട്ടിയെന്ന് അദ്ദേഹം ഇപ്പോഴെങ്കിലും കരുതുന്നുണ്ടോ?
ടോം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികളുടെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ പോലും അദ്ദേഹത്തിനോട് നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഒരു പ്രാകൃതമായിട്ടുള്ളൊരു രീതിയല്ലേ, ഇതിലൊന്നും തനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതും വളരെ സൗമ്യനായി തന്റെ കൈ അറ്റുപോയ കൈകൾ തുന്നിച്ചേർത്ത് ആ കൈയിൽ അദ്ദേഹം ഇപ്പോഴും നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ പോലും വളരെ പക്വമായിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അന്നൊക്കെ നമ്മൾ ഇത് ചർച്ച ചെയ്തതും കൂടിയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് തനിക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അതിലേറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും. ഇതിനുശേഷം ഉണ്ടായ ചില മാനസിക അസ്വസ്ഥതകളും പിന്നീട് അവർ ആത്മഹത്യ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇത് തന്നെയായിരിക്കും അദ്ദേഹത്തിന് നഷ്ടപ്പെടാനുള്ളതെല്ലാം, എനിക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു ശിക്ഷാവിധികളെല്ലാം ഒരു പ്രാകൃതമാണ്, അതിലൊന്നും തനിക്ക് വിശ്വാസമില്ല. പക്ഷേ തന്റെ ഈ കൈവെട്ടാൻ അവർക്ക് ആരാണോ പറഞ്ഞത് അവരിപ്പോഴും ഒളിവിലാണ്. അവർ കൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, അവരെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വിധിയിലേക്ക്, ശിക്ഷയിലേക്ക് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് പി.ജെ. ജോസഫ് അന്ന് ഉന്നയിച്ചത്. ഇന്നും അത് തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒന്നാം പ്രതിയായ സവാദിനെ പോലും കിട്ടി, അറസ്റ്റിലായിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും പറയുന്നത് തന്റെ കൈ വെട്ടാൻ അവർക്ക് ആരാണ് പറഞ്ഞത്, അവർക്ക് ആരാണ് ആ നിർദ്ദേശം കൊടുത്തത്, അവരിപ്പോഴും ഒളിവിൽ തന്നെയാണ്. അവരെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല, അവർക്ക് നേരെ എന്തുകൊണ്ട് പോലീസിന്റെ ഒരു അന്വേഷണം നീളുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഇപ്പോഴും ഉന്നയിക്കുന്നത്. ടോം, ആ ഒരു കാലഘട്ടത്തിലും ഒക്കെ ഈ കോളേജ്, ന്യൂമാൻ കോളേജിൽ 2010 ജൂലൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കൈ വെട്ടുന്ന സംഭവം ഉണ്ടായത്. കോളേജിൽ അന്ന് ഇറങ്ങിയ പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ഒരു മതനിന്ദ ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കൈ വെട്ടുക. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇത്തരത്തിലൊരു രീതി അദ്ദേഹത്തിൽ നടപ്പാക്കിയത്. അതും അദ്ദേഹം രാവിലെ പള്ളിയിൽ പോയി, അന്നൊരു ഞായറാഴ്ചയായിരുന്നു, പള്ളിയിൽ പോയി തിരിച്ച് സഹോദരിക്കൊപ്പം വീട്ടിലേക്ക് കാറിലേക്ക് വരുന്ന വഴിയാണ് ഇവരടങ്ങുന്ന ഒരു സംഘം ഒരു വാനിൽ വന്നതിന് ശേഷം അവിടെ ഒരു ബോംബെറിഞ്ഞ് അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നമ്മൾ ആ സ്ഥലത്ത് പോയി കണ്ടതാണ്. ഈ പള്ളിയും അദ്ദേഹത്തിന്റെ വീടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ഒരു 100 മീറ്ററിന്റെ അത്രയുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഭീകരമായൊരു, കേരളത്തെ തന്നെ നടുക്കിയൊരു സംഭവം ഉണ്ടായത്. അദ്ദേഹത്തെ ഈ ബോംബെറിഞ്ഞ ശേഷം ഇദ്ദേഹത്തിന്റെ സഹോദരി ഒരു കന്യാസ്ത്രീയാണ്, അവരെയും കാറിൽ നിന്നും വലിച്ചിറക്കുന്നു. ഇവർ ഒച്ച വയ്ക്കുന്നു. പിന്നീട് ഈ സഹോദരിയുടെ കഴുത്തിന് നേരെ കത്തി നീട്ടുന്ന ഒരു സാഹചര്യം. അതിനുശേഷം ഈ പി.ജെ. ജോസഫ് സാറിനെ അദ്ദേഹത്തെ കാറിൽ നിന്ന് വലിച്ചിറക്കി അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടി എടുത്തെറിയുന്ന ഒരു സാഹചര്യം. പിന്നീട് ആളുകളെല്ലാം ഓടിക്കൂടുകയും കുടുംബവും ഭാര്യയും മക്കളും എല്ലാം ഓടിക്കൂടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ആ കൈപ്പത്തി കവറിലിട്ടാണ് കൊണ്ട് ആശുപത്രിയിൽ പോയി പിന്നീട് സർജറിയൊക്കെ ചെയ്ത് അത് തുന്നി ചേർത്തിരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജോലി പോകുന്ന സാഹചര്യം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു, കോളേജുകൾ അദ്ദേഹത്തിനെതിരാകുന്നു. പിന്നീട് ഈ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇതുമായിട്ടുള്ള വലിയൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു, കുട്ടികൾ അനുഭവിക്കുന്ന ടെൻഷൻ, ആ കുട്ടികൾക്ക് തന്നെ പിന്നെ ഭീഷണി ഉണ്ടാകുന്നു, വധഭീഷണി ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ ഒരു ജീവിതം വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ട്രാജഡി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകുന്നൊരു കാര്യമായിരുന്നു. പിന്നീട് ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ബുക്ക് അറ്റുപോകാത്ത ഓർമ്മകൾ എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ ബുക്കിൽ തന്നെ നമുക്ക് ഇത് വായിച്ചെടുക്കാൻ കഴിയും. വളരെ അദ്ദേഹം കടന്നുപോയ ഒരു മാനസികാവസ്ഥ, അദ്ദേഹം ജീവിച്ച സാഹചര്യം, തന്റെ എല്ലാം തണലായും താങ്ങായും കൂടെയുണ്ടായ ഭാര്യയെ വരെ നഷ്ടപ്പെടുന്നു. ജോലി പിന്നീട് തിരിച്ചു കിട്ടിയെങ്കിൽ പോലും അദ്ദേഹം ജോലിക്ക് പിന്നീട് കോളേജിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചുവെങ്കിൽ പോലും അദ്ദേഹം ആ ഇറങ്ങാവുന്ന സമയത്ത് പോലും പറഞ്ഞത്, മാധ്യമങ്ങൾ അന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്കെന്റെ ഭാര്യ, ഞാൻ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ഈ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്റെ ഭാര്യയായിരിക്കും. പക്ഷേ എന്നോടൊപ്പം, കാരണം ജീവിതത്തിൽ വലിയ വേദനകൾ, ദുരന്തങ്ങൾ, ഒറ്റപ്പെടലുകളൊക്കെ അനുഭവിച്ചൊരു വ്യക്തിയാണ് പ്രൊഫസർ ടി.ജെ. ജോസഫ്. ഡാനി പോളിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഡാനി, ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള, ഒന്നാം പ്രതിയായിട്ടുള്ള സവാദ് 13 വർഷത്തിന് ശേഷം ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. പക്ഷേ എങ്ങനെ പല രീതിയിൽ ഈ സവാദിനെ പിടികൂടാൻ വേണ്ടി രാജ്യത്തെമ്പാടും രാജ്യത്തിന് പുറത്തും ഒക്കെ എന്നെ വലവിരിച്ചെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയാണ് ഈ സവാദിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞത്? എന്തെങ്കിലും രഹസ്യ വിവരങ്ങളായിരുന്നോ, അതോ ഇതുമായി കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ കുറേ നാളുകളായി സവാദിനെ NIA നിരീക്ഷിക്കുന്നുണ്ടായിരുന്നോ?
ടോം, ഈ കേസ് എൻഐഎ ഏറ്റെടുക്കുമ്പോൾ മുതൽ എൻഐഎ ഏറ്റവും പ്രൈം ടാർഗറ്റ് എന്ന രീതിയിൽ തന്നെ സ്വാഭാവികമായും ഏത് കേസിൻ്റെയും ടാർഗറ്റ് ഒന്നാമത്തെ പ്രതി തന്നെയാണ്. ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു, പ്രതി പിടിക്കപ്പെട്ടേക്കും എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾക്ക് 13 വർഷത്തോളം ഒളിച്ചിരിക്കാൻ കഴിയുക. അത് ഒരു ചെറിയ കാര്യമല്ല. അത് ആ രീതിയിൽ തന്നെ അത്രയ്ക്ക് വിപുലമായിരുന്നു ആ സംവിധാനങ്ങളും സന്നാഹങ്ങളും എന്നാണ്. അതിനർത്ഥം അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത് തന്നെയായിരുന്നു ഈ കൈവെട്ട് കേസ് എന്ന് പറയുന്നത്. ഇതിൽ വിദേശത്ത് നടക്കം പണം എത്തിയിട്ടുണ്ട് എന്ന് പോലും എൻഐഎയുടെ അന്വേഷണത്തിൽ മനസ്സിലായി. അതുകൊണ്ട് ആ രീതിയിലൊരു സംഘാടനം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് 13 വർഷത്തോളം ഇതിൽ ഒളിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ആദ്യം അന്വേഷിക്കുമ്പോൾ പലയിടങ്ങളിലേക്ക് അടക്കം പോകുന്നു, പല രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ ഒടുവിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി വരെ ഇതിൽ ഉപയോഗപ്പെടുത്തേണ്ടി വന്നു എന്നതായിരുന്നു ഇതിലൊരു പരമാർത്ഥം. ആ രീതിയിൽ പോലും അന്വേഷണം നടത്തിയിട്ട് പോലും ഇയാളെ കണ്ടു കിട്ടിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടുന്നത് കൃത്യമായ അനലൈസിങ് തന്നെ നടത്തിക്കൊണ്ട് തന്നെയാണ്. അത് എൻഐഎയുടെ കണ്ണുകൾ ഇയാൾക്ക് പിറകെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയായിരുന്നു ഇവിടെ നിന്ന് ലഭിച്ച കൃത്യമായ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിനു ശേഷം ഇയാളെന്ന് ഉറപ്പിച്ച ശേഷമാണ് എൻഐഎ കണ്ണൂരിലേക്ക് ഇന്ന് പുലർച്ചെ തന്നെ എത്തുന്നത്. എൻഐഎയുടെ വിപുലമായ സന്നാഹങ്ങളോടുകൂടിയാണ്. കാരണം ഇനി രക്ഷപ്പെടരുത് എന്ന രീതിയിൽ തന്നെയാണ് ഇയാൾ ഈ അന്വേഷിക്കുന്ന ഒരു കൊടുംകുറ്റവാളിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും കൃത്യമായ ധാരണകളും അവർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ലോക്കൽ പോലീസിൻ്റെ ഒരു സഹായം തേടാതെ വലിയ രീതിയിൽ പോലീസിനെ ഒന്നും അറിയിക്കാതെ തന്നെ പുലർച്ചെ നടത്തിയ ഒരു ഓപ്പറേഷനിൽ ഇയാളെ പിടികൂടുകയും ചെയ്യുന്നത്. കാരണം ഈ കേസിൽ ഇനിയും ഒരുപാട് വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ നേരത്തെ ടി.ജെ. ജോസഫ് എല്ലാം പ്രതികരിച്ചതുപോലെ ഇതിൻ്റെ സൂത്രധാരന്മാരാരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരണം. 13 വർഷത്തോളം ഇയാൾക്ക് ഈ ഇവിടങ്ങളിലെല്ലാം തന്നെ ഒളിച്ച് താമസിക്കാൻ കഴിഞ്ഞത് ആരുടെ സഹായത്താലാണെന്ന് അറിയണം. രാജ്യത്ത് തന്നെ ഈ രീതിയിൽ ഒളിച്ച് ഇയാളെ പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും വലിയ രീതിയിൽ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. മൊത്തത്തിൽ അന്വേഷിക്കുന്ന ഒരാളെ ഈ രീതിയിൽ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം തേടുന്ന ഒരാളെ ഒളിച്ചിരിക്കാൻ വേണ്ട സഹായങ്ങളും അയാൾക്ക് മറ്റൊരാളായി ജീവിക്കാൻ, അയാൾ വിവാഹിതനാകുന്നു, കുട്ടികൾ ഉണ്ടാകുന്നു, അങ്ങനെ വേറൊരാളായിട്ട് അയാൾ മാറുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അയാളുടെ ഒരു ഐഡൻറ്റിറ്റി പോലും മാറ്റിക്കൊണ്ട് ഒരാളായിട്ട് അയാൾക്ക് പുതിയൊരാളായിട്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പിറകിലുള്ള പ്രയത്നങ്ങൾ ഒരിക്കലും ചെറുതല്ല. അതിൽ വലിയ രീതിയിലുള്ളൊരു സംഘാടന ശേഷി ഉണ്ട് എന്ന് തന്നെയാണ്. അയാൾക്ക് ഒരു ജോലി ഉണ്ടാകുന്നു, ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി കൊടുക്കുന്ന രീതിയിലേക്ക് അടക്കം മാറുകയും ചെയ്യുന്നു. ഒടുവിൽ വ്യക്തമാണ്. ഡാനി പോളും നവമി ദിനേശുമാണ് വിവരങ്ങൾ നൽകിയത്. പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ട് കേസിലെ 1-ാം പ്രതി സവാദിന് ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ മട്ടന്നൂരിൽ നിന്നും ഒളിസങ്കേതത്തിൽ നിന്നും എൻഐഎ പിടികൂടിയത്. കഴിഞ്ഞ 13 വർഷമായി ഇയാൾ ഒളിവിലായിരുന്നു. അല്പസമയത്തിനകം കൊച്ചിയിലെത്തിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി കൊച്ചിയിലെ എൻഐഎ കോടതിയിൽ ഹാജരാക്കും. ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആരാണ് ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തുവരണം. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വിശദമായി ചോദ്യം ചെയ്യാൻ ലഭ്യമാകുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ CPIM നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കേസിൽ BMSകാരായ 7 പ്രതികൾക്ക് 11 വർഷവും 6 മാസവും തടവ് ശിക്ഷ. CPIM കളർക്കോട് ലോക്കൽ കമ്മിറ്റി അംഗം ഗിരീഷ് കുമാറിനെയാണ് 2013 ഫെബ്രുവരി 12-ാം തീയതി വധിക്കാൻ ശ്രമിച്ചത്. ആലപ്പുഴ ബൈപ്പാസിന് സമീപം വെച്ച് മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ശരീരമാസകലം 29 വെട്ടുകൾ ഇടത് കൈയും കാലും വെട്ടിയെടുത്തു. മരിച്ചെന്ന് കരുതി പ്രതികൾ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ കേസിന്റെ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. ടോം, ആലപ്പുഴയിൽ ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു ഗിരീഷിനെ ആക്രമിച്ച സംഭവം. അതായത് ഇരവുകാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കൊട്ടേഷൻ സംഘങ്ങളും ഒപ്പം തന്നെ മയക്കുമരുന്ന് മാഫിയ സംഘത്തിനുമെതിരെ CPM ആ പ്രദേശത്ത് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. CPM DYFI സംയുക്തമായി നടത്തിയ ആ ക്യാമ്പയിന്റെ ഭാഗമായി ആണ് അന്ന് ഈ കൊട്ടേഷൻ സംഘങ്ങളും മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഈ 7 പേർ ഗിരീഷിനെ അന്ന് വെട്ടി കൊലപ്പെടുത്തുന്നത്. 2013-ലാണ് ഈ സംഭവം നടക്കുന്നത്.
നടക്കുന്നത്. ഗിരീഷ് ഉച്ചയോടുകൂടി ആലപ്പുഴ കൈതവന ജംഗ്ഷന് സമീപത്തുള്ള അവിടെ ഇരുചക്ര വാഹനത്തിൽ വരുന്ന വഴിക്കാണ് ഗിരീഷിനെ ഈ 7 അംഗ സംഘം വെട്ടി കൊലപ്പെടുത്താനായി ശ്രമിക്കുന്നത്. തുടർന്ന് ഗിരീഷ് തൊട്ടടുത്തൊരു വീട്ടിൽ ഓടിക്കയറുന്നു. ആ വീട്ടിനുള്ളിൽ വെച്ചാണ് മൃഗീയമായി അന്ന് വെട്ടി കൊലപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത്. തുടർന്ന് അവരുടെ ആക്രമണത്തിൽ ഗിരീഷിന്റെ കൈ അറ്റിപ്പോവുകയും ഒപ്പം തന്നെ കാലിന്റെ പാദം അറ്റിപ്പോകുന്ന അടക്കമുള്ള ഗുരുതര പരിക്കുകൾ, തലയ്ക്കടക്കം നിരവധി വെട്ടുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ 29ഓളം മുറിവുകളാണ് ഗിരീഷിന്റെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും ഒക്കെ എത്തിച്ചാണ് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കേസിലാണ് ഇന്നിപ്പോൾ ആലപ്പുഴ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി ഈ പ്രതികൾക്കെതിരെ 11 വർഷം തടവ് വിധിച്ചുകൊണ്ടുള്ള വിധി ഇന്ന് വന്നിട്ടുള്ളത്. ഈ പ്രതികളായിട്ടുള്ള ആളുകൾ ഇവരാണ്: ഊച്ചിക്കൽ ഷാജി, ഉണ്ണി എന്നറിയപ്പെടുന്ന അഖിൽ, ഒപ്പം തന്നെ ചെറുകപ്പൻ, അജയൻ, മങ്കി മഹേഷ്, ശ്യാംകുട്ടൻ, ഉണ്ണി. ഈ 7 പേർക്കെതിരെയാണ് ഇപ്പോൾ കോടതി വിധി പ്രകടിപ്പിച്ചത്. 2 കൊലപാതക കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ആളുകളാണ്. മുൻപ് തന്നെയുള്ള 2 കൊലപാതക കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ആളുകളാണ് ഈ 7 അംഗ സംഘത്തിലുള്ള ആളുകൾ. ഒപ്പം തന്നെ ഇവർ നിരവധി മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കൊട്ടേഷൻ കേസുകളുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളായിരുന്നു ഈ ഒരു ആക്രമണത്തിലേക്ക് പോവുകയും ഇവർ ഈ 7 പേരും BMSന്റെ അംഗങ്ങളാണ് എന്നുള്ളതാണ്. BMS പ്രവർത്തകരായിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ ഒരു സംഘടന അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രകോപനപരമായി ഉണ്ടായൊരു സംഭവം ഈ മയക്കുമരുന്ന് സംഘത്തിനെതിരെ, അതായത് ഇവരുമായി ബന്ധപ്പെട്ട് നിരവധി മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട കേസുകളുമുണ്ട്. അത് അത്തരത്തിൽ സൗത്ത് പോലീസിന്റെ കീഴിൽ അത്തരത്തിൽ നിരവധി കേസുകളുമുണ്ട്. ആ കേസുകളുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് ശക്തമായ ഒരു ക്യാമ്പയിൻ DYFIയുടെയും CPMന്റെയും നേതൃത്വത്തിൽ നടക്കുന്നു. ആ ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത CPM നേതാവായ ഗിരീഷിനെയാണ് അന്ന് കൈതവനയിൽ വെച്ച് മൃഗീയമായ ഒരു വീടിനകത്ത് ഓടിക്കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ വീട്ടിനുള്ളിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്താനായി ശ്രമിച്ചത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള 7 പേർക്കെതിരെ ഇപ്പോൾ ആലപ്പുഴ കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. ആലപ്പുഴ സെഷൻസ് കോടതിയാണ് ഇവരെ 11 വർഷം തടവ് വിധിച്ചുകൊണ്ടുള്ള ആലപ്പുഴയിൽ 10 വർഷം മുൻപ് CPM നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് BMS പ്രവർത്തകരായ 7 പ്രതികൾക്ക് കോടതി 11.5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്.